Hi friends, അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ബെൽ ഐക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഇൻഫർമേഷണൽ വീഡിയോ ആണ്. അതായത് കാലാകാലങ്ങളായി യൂസർമാർ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കിടിലൻ ഫീച്ചേഴ്സ് ഇപ്പോൾ വാട്സപ്പ് അവതരിപ്പിക്കാൻ പോവുകയാണ്. ആ ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മുടെ വാട്സപ്പിലെ കംപ്ലീറ്റ് മെസ്സേജുകളും, അതായത് ഫോട്ടോസ്, വീഡിയോസ്, സംഭാഷണങ്ങൾ, കോൾ റെക്കോർഡിങ്, മാത്രമല്ല നമ്മുടെ ചാറ്റ് ഹിസ്റ്ററി ഉൾപ്പെടെ വാട്സപ്പിലെ എല്ലാ വിവരങ്ങളും നമുക്ക് മറ്റൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് വാട്സപ്പിലൂടെ മാറ്റാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം നടന്ന ഗാലക്സി അൺപാക്ഡ് ഇവൻറ്റിലാണ് ക്രോസ് പ്ലാറ്റ്ഫോം ചാറ്റ് ട്രാൻസ്ഫറിനെ പറ്റി വാട്സപ്പ് അവതരിപ്പിച്ചത്. ഇതോടെ ആൻഡ്രോയിഡ് iOS ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിൽ നിന്ന് പരസ്പരം വാട്സപ്പ് ചാറ്റ് ഹിസ്റ്ററികൾ കൈമാറാൻ സാധിക്കും. ഈ ഒരു ഫീച്ചർ തുടക്കത്തിൽ അവൈലബിൾ ആകുന്നത് സാംസങ്ങിൻ്റെ ഫോൾഡബിൾ ഫോണുകളായ സാംസങ് ഗാലക്സി Z Fold 3 അതുപോലെ തന്നെ സാംസങ് ഗാലക്സി Z Flip 3 എന്നീ രണ്ട് സെറ്റുകളിൽ മാത്രമായിരിക്കും തുടക്കത്തിൽ ഈ ഒരു ഫീച്ചർ അവൈലബിൾ ആകുന്നത്. സാംസങ് ഫോണുകളിലുള്ള സ്മാർട്ട് സ്വിച്ച് ടൂളിൻ്റെ അതേ ഭാഗമായിട്ട് തന്നെയായിരിക്കും വാട്സപ്പ് ചാറ്റ് മൈഗ്രേഷൻ എന്ന ഫീച്ചറും അവതരിപ്പിക്കുന്നത്. പഴയ സ്മാർട്ട് ഫോണിൽ നിന്ന് ഡേറ്റകൾ കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി സാംസങ് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് സ്മാർട്ട് സ്വിച്ച് ടൂൾ. ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് വേണ്ട ചില കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഐഫോണിൽ നിന്ന് സാംസങ്ങിൻ്റെ സ്മാർട്ട് ഫോണുകളിലേക്ക് വാട്സപ്പിലൂടെ ഡേറ്റ ഷെയർ ചെയ്യുന്നതിനായി ലൈറ്റ്നിങ് ടു USB Type-C ചാർജിംഗ് കേബിൾ ആവശ്യമാണ്. ഈ Type-C കേബിൾ വെച്ച് രണ്ട് സ്മാർട്ട് ഫോണുകളും കണക്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു QR കോഡ് നമ്മൾ സ്കാൻ ചെയ്യേണ്ടതുണ്ട്. iOS 10 അതിനു മുകളിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന ഐഫോണുകളിലും, മാത്രമല്ല ആൻഡ്രോയിഡ് 10 അതിനു മുകളിലോ പ്രവർത്തിക്കുന്ന ആൻഡ്രോയിഡ് ഫോണുകളിലും ഈ ഒരു ഫീച്ചേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. മാത്രമല്ല പ്രധാനമായൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാട്സപ്പിൻ്റെ ആപ്ലിക്കേഷൻ ആയിരിക്കണം നമ്മുടെ സ്മാർട്ട് ഫോണുകളിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കേണ്ടത്. അപ്പോൾ വളരെ വൈകാതെ തന്നെ സാംസങ്ങിൻ്റെ ഫോൾഡബിൾ സ്മാർട്ട് ഫോണുകളിലും അതുപോലെ തന്നെ ഭാവിയിൽ മറ്റ് സ്മാർട്ട് ഫോണുകളിലും ഈ ഒരു ഫീച്ചേഴ്സ് വാട്സപ്പ് അവതരിപ്പിക്കുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. Until then, this is Jimmy Joseph signing out. Bye.